വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഒരാവർത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ അത് ഇടപെടും, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആത്മീയമായി നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും ദൈവഭയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ വിശ്വാസം നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്തെങ്കിലേ നമുക്ക് ദൈവിക നന്മകൾ എടുക്കാൻ കഴിയത്തുള്ളൂ. ഒരു ATM ബൂത്തിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മുടെ കാർഡുണ്ട്, അതിൻ്റെ പിൻ നമ്പറും അറിയാം, പക്ഷെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, അല്ലേ പോയിട്ട് എല്ലാം ഉണ്ട് പൈസ, പക്ഷെ കാർഡ് നമ്മുടെ ഇല്ലെങ്കിൽ, ഞാൻ എന്തുവാ പറഞ്ഞെന്ന് ചോദിച്ചാൽ അതിലെല്ലാം ഉണ്ട്, പക്ഷേ ആ മെഷീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ. ഫെയ്ത്ത് അതുപോലെയാണ്. ദൈവരാജ്യത്തിൽ നിന്നുള്ള നന്മകൾ എടുക്കണമെങ്കിൽ വിശ്വാസം നമ്മളിൽ വരണം. ഈ വിശ്വാസം ഇവിടെ നമുക്ക് വരുന്നത് ദൈവവചനം വായിക്കുമ്പോഴാണ്. എന്തുമാത്രം ദൈവവചനം വായിക്കുമോ അതിലൂടെ നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം വളരും. അതേസമയം ഈ വിശ്വാസത്തെ കെടുത്തുന്നതാണ് അവിശ്വാസം. ഈ വിശ്വാസത്തെ പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അതിനെ നിശ്ചലമാക്കുന്നതാണ് സംശയം. അപ്പോൾ വിശ്വാസത്തെ പ്രവർത്തിക്കാൻ കഴിയാത്തതായുള്ള സംശയം, ബലഹീനത, അവിശ്വാസങ്ങളെല്ലാം അതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. വേണമെങ്കിൽ വിശ്വാസം ക്ഷീണിച്ചു പോകുന്നതിനെക്കുറിച്ച് പറയാം. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വാസം ക്ഷീണിച്ചില്ല, വിശ്വാസി ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സംശയിക്കുന്നതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: കാറ്റടിച്ച് ഉലയുന്ന കടൽ തിരയ്ക്ക് സമൻ സംശയിക്കുന്ന മനുഷ്യൻ, അവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുന്നില്ല. ഇരുമനസ്സുള്ളതിനെ കുറിച്ചും പറയുന്നത് അവൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുന്നില്ല. അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിൽ നിന്നുള്ള നന്മകൾ എടുക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം മാത്രം പോരാ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ടേറ്റ് പറയണം. അതാണ് 1 കൊരിന്ത്യർ 10:13 ഇങ്ങനെ പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവിനെ നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, സംസാരിക്കുന്നു. അപ്പം ഞാൻ ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയട്ടെ, ദൈവരാജ്യത്തിന് എടുക്കണ വിശ്വാസം, വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നതാണ് സംശയാവിശ്വാസം. അതിനെ നമ്മൾ ഓവർകം ചെയ്ത് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. എങ്ങനെ അത് പ്രവർത്തിക്കുന്നത്? അഥവായത് ഉപേക്ഷിത്വമാ പ്രസ്താവിക്കുമ്പോൾ യേശുവിൻ്റെ നാവ് വാഗൊണ്ട് കൽപ്പിക്കുമ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു, വാഗൊണ്ട് ഏറ്റുപറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ പ്രവൃത്തി പദത്തിൽ ആത്മമണ്ഡലത്തിൽ നിന്ന് ഭൗതിക മണ്ഡലത്തിലേക്ക് ആ നന്മകൾ വരും നമുക്ക് കാണാൻ കഴിയും. വീണ്ടും വീണ്ടും നിങ്ങളങ്ങനെ വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക. ഇതിൻ്റെ അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.